وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 92-ാം അധ്യായമായ സൂറത്തുൽ ലൈലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഈ റൗണ്ടിൽ നാം പഠിച്ചിട്ടുള്ള സൂറത്തുകൾ 89-ാം അധ്യായമായ സൂറത്തുൽ ഫജ്ർ, 90-ാം അധ്യായം സൂറത്തുൽ ബലദ്, 91-ാം അധ്യായം സൂറത്തുൽ ഷംസ്. 3 സൂറത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. 89-ാം അധ്യായമായ സൂറത്തുൽ ഫജ്റിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്ത് നാം വിശദീകരിക്കുകയുണ്ടായി. വലയാലിൻ അഷർ. തുടക്കത്തിൽ വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. ആ 10 രാത്രികൾ ഏതാണ് എന്ന് വിശദീകരണത്തിൽ നാം സൂചിപ്പിച്ചിരുന്നു. മുഫസ്സിറുകളിൽ അധികവും ആ 10 രാത്രി ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്ന് വിശദീകരിച്ചിരുന്നു. അധികം മുഫസ്സിറുകളും പറഞ്ഞത് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നാണ്. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ്. ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. ആ 10 ദിവസങ്ങളിലെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ, കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഈ സൂറത്തിൽ അള്ളാഹു പ്രത്യേകമായി സത്യം ചെയ്ത് പറഞ്ഞ മഹത്വമേറിയ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ. വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ കൃത്യമായി മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ സുവർണാവസരങ്ങളാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. ഏതെല്ലാം ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ ഇബാദത്തുകളൊക്കെ നിർവഹിക്കുവാനും റഹ്മാനായ റബ്ബിങ്കലേക്ക് പക്ഷാതപിച്ച് മടങ്ങുവാനും നമ്മുടെ നാവുകളെ ദിക്ർ കൊണ്ട്, ഖുർആൻ പാരായണങ്ങളെ കൊണ്ട്, അതിൻ്റെ പഠനങ്ങളെ കൊണ്ട് പച്ചപ്പുള്ളതാക്കി മാറ്റുവാനും നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തുകളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ നിലക്ക് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ചരിത്രത്തിൽ ഒരു വയസ്സായ ഒരു ഉപ്പാപ്പയുടെ ചരിത്രം കാണാൻ കഴിയും. ആ ഉപ്പാപ്പ മരണശയ്യയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത കരച്ചിലാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ മരണശയ്യയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്? ആ ചോദ്യത്തിന് ആ പ്രിയപ്പെട്ട വൃദ്ധൻ കൊടുത്ത മറുപടി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് റമദാനുകൾ കടന്നു വന്നിരുന്നു. ആ റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടും
റമദാനിന്റെ ഉന്നതമായ പവിത്രമായ ദിനരാത്രങ്ങളെ നഷ്ടപ്പെടുത്തിയവനാണ് ഞാൻ. രണ്ടാമത് ഞാൻ കരയാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിൽ എല്ലാ വർഷവും ദുൽഹിജ്ജ മാസം വന്നിരുന്നു. ആ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ വന്നിരുന്നു. പക്ഷേ ആ 10 ദിവസങ്ങളെയും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയില്ല. എന്നിട്ട് ആ വൃദ്ധനായ സഹോദരൻ ആ മരണവെപ്രാളത്തിൽ കഴിയുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ പറച്ചിൽ ചരിത്രത്തിൽ കാണുന്നു. ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ റമദാനിൻ്റെ ദിവസങ്ങളോ, ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളോ എന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ സമ്പത്തുകൾക്കോ എൻ്റെ ആഗ്രഹങ്ങൾക്കോ എൻ്റെ കഴിവുകൾക്കോ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രത്തിൽ കഴിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമുക്ക് സമയമുണ്ട്. ഇന്ന് നമുക്ക് ദുൽഹിജ്ജ മാസത്തിൽ ജീവിക്കുവാൻ അള്ളാഹു അവസരം ഇൻഷാ അല്ലാഹ് നൽകും. നാളത്തെ കാര്യം നമുക്കറിയില്ല. അടുത്ത ദുൽഹിജ്ജ വരുമ്പോൾ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ആരുടെ ആയമുള്ള ഖബറിലാണ്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന പലർക്കും ഇബാദത്തുകൾ കൊണ്ട് ഈ വിശുദ്ധമായ ദിനങ്ങളെ ധന്യമാക്കാൻ കഴിയാത്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കർമ്മത്തിന് പോയ ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട്. സനാബിൽ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, സഹോദരിമാർ പലരും വിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കർമ്മത്തിന് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യമക്കയിലെത്താൻ, വിശുദ്ധമായ ആ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മുൻഗാമികളാകുന്ന ആളുകൾ പറഞ്ഞതായി നമുക്ക് കാണാം, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ നിങ്ങളുടെ വിളക്കുകൾ ഒരിക്കലും നിങ്ങൾ അണക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, രാത്രി നമസ്കാരത്തിനായി നിങ്ങൾ ഈ 10 ദിവസവും ഉണർന്നിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണത്തിന് വല്ലാത്ത വിലയാണ്. ആ സ്വർണത്തെക്കാളും വിലമതിക്കേണ്ട ഈ 10 ദിവസങ്ങളെ ഏതെങ്കിലും സാധാരണ അവധിക്കാലമായോ അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള സമയമായോ ഒരിക്കലും നാം കാണരുത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു പ്രവർത്തനങ്ങളും മറ്റൊരു ദിവസങ്ങളിലും നമുക്ക് ചെയ്യാനില്ല എന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത് വെറും കലണ്ടറിലെ വെറും ഒരു ദിവസങ്ങളല്ല. നമ്മുടെ വിശ്വാസികളാകുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനെ മാറ്റിമറിക്കാനുള്ള, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളെ കൊണ്ട് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാൻ നമുക്ക് കഴിയണം. കല്ലുപോലുള്ള നമ്മുടെ ഹൃദയങ്ങളെ ലോലമാക്കാൻ കഴിയണം. നമ്മുടെ കുടുംബങ്ങളിലെ സ്വരച്ചേർച്ചകളും പിണക്കങ്ങളും മാറ്റാൻ നമുക്ക് കഴിയണം. അന്ത്യജീവിതം വിജയിപ്പിച്ചെടുക്കാനുള്ള അവസരമായി ഈ വിശുദ്ധമായ ദിവസങ്ങളെ മാറ്റിയെടുക്കുവാൻ ഏറ്റവും പ്രധാനമായി ദുൽഹിജ്ജ മാസത്തിന്റെ തുടക്കത്തിൽ നമുക്കുണ്ടാകേണ്ടത്, പുണ്യങ്ങളുടെ വസന്തമായ ഈ 10 ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുക എന്നതാണ്. ഒരിക്കലും അഴുക്കു പുരണ്ട വസ്ത്രത്തിൽ വില കൂടിയ സുഗന്ധം ഞാനും നിങ്ങളും പൂശാറില്ല. ആദ്യമായി അത് കഴുകി വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് ശരീരം ശുദ്ധിയായതിന് ശേഷമാണ് നാം സുഗന്ധം പൂശാറുള്ളത്. അതുപോലെ നമ്മുടെ ഹൃദയം എല്ലാവിധ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ട് നാം വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ, അതിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഹൃദയം പാപങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോൾ നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരു ആസ്വാദനവും ലഭ്യമാവുകയില്ല. ഹൃദയങ്ങളിൽ കറ പുരണ്ടാൽ ഖുർആൻ പഠിക്കാൻ താല്പര്യമുണ്ടാവില്ല, ഖുർആൻ വായിക്കാൻ താല്പര്യമുണ്ടാവില്ല, അത് മനഃപ്പാഠമാക്കാൻ താല്പര്യമുണ്ടാവില്ല. ഒരു ഇബാദത്തുകൾക്കും ഒരു ടേസ്റ്റ് നമുക്ക് ലഭ്യമാവുകയില്ല. ആദ്യം വേണ്ടത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നതാണ്. ആദ്യമായി പക്ഷാതപിച്ച് മടങ്ങുക. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അള്ളാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങണം, നിങ്ങൾ വിജയികളായേക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിങ്കലേക്ക് എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് പക്ഷാതപിച്ചും മടങ്ങാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. മരണാസന്നനായി ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ നമ്മുടെ തൗബ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കും. മരണത്തിനോട് മല്ലടിക്കുമ്പോൾ അള്ളാഹുവെ പുറത്തു തരണേ എന്ന് നാം കേണപേക്ഷിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷാതപിച്ച് മടങ്ങുക. വിശുദ്ധ ഖുർആനുമായി ഈ ദിവസങ്ങളിൽ ധാരാളമായി ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയണം. ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുള്ളതിനാൽ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഖുർആൻ പാരായണം, അതിന്റെ പഠനങ്ങൾ. അതിനു വേണ്ടി സമയം കണ്ടെത്തുവാൻ തീർച്ചയായും വിശ്വാസികളാകുന്ന എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. കാരണം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളും വിശുദ്ധ ഖുർആനും തമ്മിൽ ബന്ധം വളരെ ആഴമുള്ളതാണ്. അള്ളാഹു ഖുർആനിൽ പ്രത്യേകമായി പരാമർശിച്ചതും സത്യം ചെയ്തതുമായ ദിവസമാണ് ആ 10 ദിവസങ്ങൾ. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ കൊണ്ട് സത്യം ചെയ്തത് നാം പഠിച്ചു. ഖുർആൻ ഇറങ്ങിയത് വിശുദ്ധ റമളാനിലാണെന്ന് നമുക്കറിയാം. എന്നാൽ അതിന്റെ സമാപനം ദുൽഹിജ്ജയിലാണ്. ഇസ്ലാം ദീൻ പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനമായ അറഫ ദിവസത്തിലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന മഹത്തായ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത്, അവസാന ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് ഈ ദുൽഹിജ്ജയിലെ അറഫ ദിവസത്തിലാണ്. അപ്പോൾ ഈ 10 ദിവസങ്ങൾക്ക് വിശുദ്ധ ഖുർആനുമായി ധാരാളം ബന്ധമുണ്ട്. അതുകൊണ്ട് ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അതിനെ പൂർണ്ണമായി അരക്കിട്ടുറപ്പിക്കുവാനും വർദ്ധിപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഈ 10 ദിവസം കൊണ്ട് ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ, ഖത്മ് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം പ്രതിജ്ഞ ചെയ്യുക. ആത്മാർത്ഥമായി നാം ആഗ്രഹിച്ചാൽ, നാം അതിന് വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായും നമുക്കതിന് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടുകൂടെ ദാനവും സേവനങ്ങളും നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ 10 ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഓരോ ചെറിയ ദാനവും അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലം അർഹിക്കുന്നതാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ ദിനങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ത്യാഗസ്മരണകളെ ഒന്ന് പുതുക്കൽ കൂടിയാണ്. നാം പെരുന്നാളിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ നാമുമായി ബന്ധപ്പെട്ടവർ, അതിനൊന്നും വകയില്ലാത്തവർ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയണം. നമ്മുടെ സന്തോഷത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ അർത്ഥവത്തമാകുന്നത്. പണം നൽകി സഹായിക്കാൻ കഴിയാത്തവർക്ക് സ്വന്തം അധ്വാനം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ തീർച്ചയായും കഴിയണം എന്ന് ഈ വിശുദ്ധമായ ദിവസങ്ങളിൽ നാം ചെയ്യുക. അതോടുകൂടെ രാത്രികളെ ഹയാത്താക്കുക, എഴുന്നേൽക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പക്ഷാതപിച്ച് മടങ്ങുക. ഈ നിലക്കെല്ലാം വിശുദ്ധമായ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതോടുകൂടെ തക്ബീറുകളുടെ ദിനങ്ങളാണ്. തക്ബീറിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന വിശുദ്ധ ഖുർആനിന്റെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് ധാരാളം തക്ബീറുകൾ ചൊല്ലുക. സ്വഹാബികൾ ഈ ദിനങ്ങളിൽ തക്ബീർ ചൊല്ലുന്നതിൽ വല്ലാത്ത താല്പര്യം കാണിച്ചതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. പല വീടുകളിലും ഇന്ന് തക്ബീർ മുഴങ്ങുന്നത് വെറും ടിവികളിലും മൊബൈലുകളിലൂടെയുള്ള സ്പീക്കറുകളിൽ മാത്രമാണ്. സ്വന്തം നാവ് കൊണ്ട് അത് ഉച്ചരിക്കാൻ നാം മടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. തക്ബീർ ചൊല്ലുന്നത് കേവലം പള്ളിയിലെ മൈക്കുകളിലൂടെ മാത്രം കേൾക്കേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ഓരോ ശ്വാസത്തിലെയും ഉണ്ടാവേണ്ട ഒന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത്. എന്തിനേക്കാളും ഏതിനേക്കാളും എനിക്ക് എൻ്റെ നാഥനാണ് വലുത്, ആ നാഥന്റെ കൽപ്പനകളാണ് എനിക്ക് വലുത് എന്ന മഹത്തായ ആ തക്ബീറിന്റെ ധ്വനികൾ ഈ ദിവസങ്ങളിൽ ഏറെ സജീവമാകണം എന്ന് പ്രിയപ്പെട്ടവരോട് ആ മുഖത്തിൽ ഒന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സാധാരണ ദിവസങ്ങളെ പോലെ ഈ 10 ദിവസങ്ങളെ കാണരുത്. ഏറെ പുണ്യമുള്ളതാണ്. ഒരു നിമിഷവും പായാക്കരുത്. എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയോ ആ ഇബാദത്തുകളൊക്കെ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി. ഖുർആനിലെ 92-ാമത്തെ സൂറത്താണ് നാം പഠിക്കുന്നത്. സൂറത്തുൽ ലൈൽ. ആകെ 21 ആയത്തുകളാണുള്ളത്. മക്കയിലാണ് സൂറത്തുൽ ലൈൽ അവതരിച്ചിട്ടുള്ളത്. ലൈൽ എന്നാൽ രാത്രി എന്നാണ് അർത്ഥം. 1-ാമത്തെ ആയത്തിൽ ആദ്യമായി രാത്രിയെ കൊണ്ട് സത്യം ചെയ്തതാണ് ഈ സൂറത്തിന് ലൈല് എന്ന പേര് വരാനുള്ള കാരണം. രാത്രി, പകല്, അതുപോലെ ആണ്, പെണ്ണ്, ഈ 4 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. വല്ലൈലി ഇദാ യഗ്ശാ, വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. ഇദാ യഗ്ശാ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ അഖ്സമല്ലാഹു ബില്ലൈലി ഇദാ യുഗത്തി മാ ബൈന സമാഇ വൽ അർളി ബിളുൽമതിഹി. എന്താണ് രാത്രി മൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞത്? അള്ളാഹു രാത്രിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. അത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം അതിൻ്റെ ഇരുട്ടുകൊണ്ട് മൂടിക്കളയുന്ന വേള.
അതാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞു, രാത്രി തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളതെല്ലാം അതിന്റെ ഇരുട്ടുകൊണ്ട് മൂടിക്കളയും. രണ്ടാമത്തെ സത്യം വന്നഹാരി ഇദാ തജല്ലാ, നഹാർ പകല്, വന്നഹാർ പകൽ തന്നെയാണ് സത്യം, ഇദാ തജല്ലാ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ, തജല്ല വെളിവാക്കപ്പെടുമ്പോൾ, പ്രത്യക്ഷപ്പെടുമ്പോൾ. വഅഖ്സമ ബിന്നഹാരി ഇദാ തകശഫ വളഹറ, പകലിനെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തു ഇവിടെ, അത് മറനീക്കുകയും പ്രകടമാവുകയും ചെയ്യുമ്പോൾ. രാത്രി മൂടിക്കളഞ്ഞതെല്ലാം പകലോടുകൂടെ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷപ്പെടുന്നു, എല്ലാം വെളിവാക്കപ്പെടുന്നു. രണ്ട് സത്യങ്ങൾ. മൂന്നാമത്തെ സത്യം 3-4 വമാ ഖലഖൽ ദകറ വൽ ഉൻസാ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. വഅഖ്സമ ബിഖൽഖിഹി അന്നൗഐനി, രണ്ട് വിഭാഗത്തെ അഥവാ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചത് കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ എന്ത് പറയാം? ആ സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ് സത്യം. പരിശുദ്ധമായ സ്വന്തത്തെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു എന്ന് പറയാം. ഏതായിരുന്നാലും ഈ 4 സത്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആണും പെണ്ണും അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിൽ വളരെ കൃത്യമായ യുക്തിയുണ്ട്. ഓരോ ജീവിവർഗത്തിൻ്റെയും അൻ ഖലഖ മിൻ കുല്ലി സിൻഫിൻ മിനൽ ഹയവാനാതി അല്ലതി യുരീദു ബഖാഅഹാ ദകറൻ വ ഉൻസാ, ഓരോ ജീവിവർഗത്തിൻ്റെയും നിലനിൽപ്പിനും ശേഷിപ്പിനും വേണ്ടിയാണത്. ആണിനെയും എല്ലാം ആണാക്കാതെ എല്ലാം പെണ്ണാക്കാതെ ആണും പെണ്ണുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ആ വർഗം പാടേ ഇല്ലാതെയാകും. ആണ് മാത്രമാണെങ്കിൽ അതിന്റെ പ്രായം കഴിഞ്ഞ് അതാണ് മരിച്ചു പോകും, പിന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ വർഗം നശിച്ചു പോകാതിരിക്കാനും അതിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? ആണായും പെണ്ണായും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി തുടർന്ന് ഈ 4 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണ്? എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് അതിന്റെ അവസാനം പറയുന്ന കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ട, ഏറെ ഗൗരവമായി ചെവി കൊടുക്കേണ്ട കാര്യമായിരിക്കും. അല്ലാഹു തആല അതിന്റെ ശേഷം പറയാ. ഇവിടെ എന്താണ്? സൂറത്തുൽ ലൈലിൽ ഇന്ന സഅയകും ലശത്താ, ഈ 4 കാര്യങ്ങളെ, രാത്രി പകല് ആണ് പെണ്ണ്, ഈ 4 കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന കാര്യം ഇന്ന സഅയകും, തീർച്ചയായും നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പരിശ്രമം ലശത്താ, വിഭിന്നമായ രൂപത്തിലാകുന്നു. വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് നിങ്ങളുടെ പരിശ്രമങ്ങളുള്ളത്, നിങ്ങളുടെ അധ്വാനങ്ങളുള്ളത്. മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ ജിന്നുകളാകട്ടെ, അവരുടെ എല്ലാവിധ പരിശ്രമങ്ങളും എല്ലാവരുടെയും പ്രവർത്തനങ്ങളും ഒരുപോലെയല്ല, ഒരേ രൂപത്തിലല്ല, വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. രാത്രിയും പകലും എന്ന പോലെ, ആണും പെണ്ണും എന്ന പോലെ മനുഷ്യരാകുന്ന നമ്മുടെയൊക്കെ കർമ്മങ്ങളും വ്യത്യസ്തമാണ്. എല്ലാവരും നല്ലവരല്ല, എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതല്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, ചീത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മനുഷ്യരാണ്, അല്ലേ? മനുഷ്യർ തന്നെ വ്യത്യസ്ത രൂപങ്ങളിലാണ്. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും, സത്യം പറയുന്നവരും അസത്യം പറയുന്നവരും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രൂപങ്ങളിലാണ്, രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ഹദാ ഹുവൽ മുഖസ്സമു അലൈഹി ഐ ഇന്ന സഅയകും അയ്യുഹൽ മുകല്ലഫൂന ലി മുതഫവിതു തഫാവുതൻ കസീറാ. അല്ലാഹു ഇവിടെ പറയുന്നത്, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. സത്യം ചെയ്ത് പറയുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ, ഓരോന്നും പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാൻ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ അന്തരങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യത്തെയും അതിന്റെ തോതിനെയും അതിന്റെ താല്പര്യത്തെയും പരിഗണിക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെ പരിഗണിക്കുമ്പോഴുമാണ് ഈ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. എന്നെന്നും അവശേഷിക്കുന്ന ഉന്നതനായ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ്. പക്ഷെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, എല്ലാവരും നിസ്കരിക്കുന്നു, ഒരു 100 ആൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ
അവരുടെ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും, അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർക്ക് അതിന് കൃത്യമായ പ്രതിഫലം ഉണ്ടാകും. ഇഖ്ലാസ് ഉള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ അതിന് അല്ലാഹു തആല അതിന് പ്രതിഫലം നൽകും. ഇനി അതല്ല ജനങ്ങൾ കാണാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി റിയാ പ്രവർത്തനങ്ങളിൽ കടന്നു വന്നാലോ ആ നിസ്കാരം കൊണ്ട് വല്ല കാര്യം ഉണ്ടാവുമോ? കാര്യം ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നാളെ പരലോകത്തെന്ന് പറയും, ആര് കാണാനാണോ ഈ നിസ്കരിച്ചത്, ആര് കാണാനാണ് നീ ഖുർആൻ പാരായണം നടത്തിയത്, ആര് കാണാൻ വേണ്ടിയാണ് നീ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത്, അതിന്റെ പരീക്ഷയിൽ പങ്കെടുത്തത്, മറ്റുള്ളവർ അറിയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ദുനിയാവിന്റെ ഏതെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയാണോ? എങ്കിൽ നീ ആർക്ക് വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ ആര് കാണാൻ വേണ്ടിയാണോ ചെയ്തത്, പ്രതിഫലം അവരോട് വാങ്ങിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് എന്നെന്നും ശേഷിക്കുകയും ആ പ്രവർത്തിക്കുന്നവർക്ക് അത് കൃത്യമായി പ്രയോജനപ്പെടുകയും ചെയ്യും. ഇനി നക്ഷരമായ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അവന്റെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും പാഴായി പോകും. അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞിട്ട് തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിഭിന്നങ്ങളായ രൂപങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു പ്രവർത്തിക്കുന്നവരുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും വിശദമാക്കുകയാണ്. ഏതാണ് ഈ വ്യത്യസ്തമായ രൂപം ഉണ്ടാവുക? അതിന്റെ ആ രൂപങ്ങൾ പറയാണ് അടുത്ത ആയത്തിൽ. ആദ്യമായി അല്ലാഹു പറയുന്നത് നന്മയുടെ മാർഗത്തിലുള്ള 3 കാര്യങ്ങൾ. പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു. ആദ്യം പറയുന്ന ഉദാഹരണം നന്മയുടെ മാർഗത്തിലുള്ള 3 കാര്യങ്ങൾ. അത് പ്രവർത്തിച്ചാൽ അല്ലാഹു ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം എന്നാൽ ഏതൊരാൾ അവൻ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും. 2 കാര്യമായി നന്മയുടെ ഉദാഹരണമാണ് പറയുന്നത്. ദാനം നൽകി, അതുപോലെ സൂക്ഷ്മത പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ചു. മൂന്നാമത്തത് ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ. 3 കാര്യങ്ങൾ. ഏതൊരാൾ ദാനം നൽകുകയും കൽപ്പിക്കപ്പെട്ട ധനപരമായ ആരാധനകളിൽ അഥവാ സകാത്ത്, അതേപ്രകാരം ഹൈചീകമായ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, നല്ല ഏതെങ്കിലും പുണ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ, അതേപോലെ നമസ്കാരം, നോമ്പ് പോലുള്ള ശാരീരികമായ ആരാധനകൾക്ക് വേണ്ടി ശരീരം കൊണ്ട് സമയം കൊണ്ട് ചിലവഴിക്കുക, അതേപോലെയുള്ള ശാരീരികവും സാമ്പത്തികവുമായ ഏതെല്ലാം ആരാധനകളുണ്ടോ ആ ആരാധനകളെല്ലാം ഏതിൽപ്പെടും? ഏതൊരാൾ ദാനം നൽകുകയും. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ശരീരം ദാനം ചെയ്യുകയാണ്. സമ്പത്ത് കൊണ്ടുള്ള ദാനധർമ്മം മാത്രമല്ല ഉള്ളത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് തസ്ബീഹുകൾ സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നമ്മുടെ നാവ് കൊണ്ട് സ്വതക്കയുണ്ട്, നമ്മുടെ ശരീരം കൊണ്ട് സ്വതക്കയുണ്ട്. അങ്ങനെ സ്വതക്ക ചെയ്താൽ, ദാനധർമ്മം ചെയ്താൽ. രണ്ടാമത്തത് സൂക്ഷ്മത പാലിക്കുക. നന്മയുടെ രണ്ടാമത്തെ ഉദാഹരണം മാ നുഹിയ അൻഹു മിനൽ മുഹറമാതി വൽ മആസി അലാ ഇഖ്തിലാഫി അജ്നാസിഹാ. സൂക്ഷ്മത പാലിക്കുക. വിരോധിക്കപ്പെട്ട വ്യത്യസ്തങ്ങളായ നിഷിദ്ധങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. ആ തെറ്റുകളെയെല്ലാം കൃത്യമായി സൂക്ഷിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചു. നന്മയുടെ രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത്തേത് വസ്വദ്ദഖ ബിൽ ഹുസ്നാ ഐ സ്വദ്ദഖ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതും മതപരമായ എല്ലാ വിശ്വാസങ്ങളും പരലോകത്ത് പ്രതിഫലാർഹമായ എല്ലാ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്തു. സത്യപ്പെടുത്തേണ്ട എല്ലാ കാര്യത്തിലും കൃത്യമായ സത്യപ്പെടുത്തലുണ്ടായി. ഒന്നിലും നിഷേധങ്ങൾ ഉണ്ടായില്ല, ഒന്നിലും സംശയങ്ങളില്ലാത്ത വിധം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെ അംഗീകരിച്ചു. വിശുദ്ധ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും അവൻ സത്യപ്പെടുത്തി. മൂന്നാമത്തെ നന്മ അതാണ്. ഇപ്രകാരമുള്ള ഈ നന്മകൾ ചെയ്താൽ കിട്ടുന്ന ഗുണം എന്താണ്? അതാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്ന സഅയക്കും ലശത്താ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. ആദ്യം 3 ഉദാഹരണം പറഞ്ഞു, 3 നന്മകൾ പറഞ്ഞു തന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഫസനുയസ്സിറുഹു, അവന് നാം എളുപ്പമാക്കി കൊടുക്കും. ലിൽ യുസ്റാ, സൗകര്യപ്പെടുത്തി കൊടുക്കും. ലിൽ യുസ്റാ, ഏറ്റവും എളുപ്പമായതിലേക്ക്.
എന്ന് പറഞ്ഞാൽ എളുപ്പമായി തീരാനുള്ള കാരണങ്ങൾ അവനിൽ നിന്നും ഉണ്ടായതിനാൽ അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കുകയും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കും. എന്ത് പ്രതിസന്ധികൾ എന്ത് ചെയ്യും റബ്ബേ എന്ന് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഈ നന്മകൾ ചെയ്യുന്നവനാണെങ്കിൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും അവന് എളുപ്പമാക്കി കൊടുക്കും. മാത്രവുമല്ല നന്മകൾ ചെയ്യാനുള്ള മുയസ്സിറൻ ലഹു തർക്കും കുല്ലു ശർറ് വനജഅലുഹു മുസഹ്ഹലൻ ലഹു കുല്ലു ഖൈർ. നന്മകൾ സൗകര്യം ചെയ്തു കൊടുക്കും. നന്മകൾ ചെയ്യാനുള്ള സൗകര്യം എല്ലാ അർത്ഥത്തിലും സൗകര്യം ചെയ്യും. അതുപോലെ തിന്മകളാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സൗകര്യവും അല്ലാഹു തആല ചെയ്തു തരും. അല്ലാഹു അതാ പറഞ്ഞു ഫസ്വനിയസ്റുഹു ലിൽ യുസ്റാ, നാം അവന് ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. അവന് നാം സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാനവും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. എല്ലാത്തിനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു സൗകര്യം, അള്ളാഹുവിന്റെ ഒരു മഹത്തായ തൗഫീഖ് എല്ലാ വിഷയത്തിനും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും. പക്ഷെ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. മൂന്നാമത്തത് വസ്വദ്ദഖ ബിൽ ഹുസ്നാ. ഈ മൂന്ന് കാര്യം ഉള്ളവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ പൂർണ്ണമായ സഹായവും പിന്തുണയും അവൻ ഒരു അതിനുള്ള ഒരു മാർഗം അങ്ങ് എളുപ്പമാക്കി തരും. അള്ളാഹു അങ്ങനെ മാർഗം എളുപ്പമാക്കി തരുന്ന മുത്തഖീങ്ങളിൽ അഅ്തയിൽ അതുപോലെ വസ്വദ്ദഖ ബിൽ ഹുസ്നയിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്താണ്? തിന്മയുടെ മാർഗത്തിലുള്ള മൂന്ന് കാര്യങ്ങൾ. പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. നന്മയുടെ മൂന്ന് ഉദാഹരണം പറഞ്ഞു. അവന്റെ കാര്യങ്ങളെല്ലാം എളുപ്പം. എന്നാൽ ആര് പിശുക്ക് കാണിക്കുകയും എന്നാൽ ഒരുവൻ ബഖില അവൻ പിശുക്ക് കാണിച്ചു നിർബന്ധമായി കൊടുക്കേണ്ടതിന് അവൻ കൊടുത്തില്ല. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ പിശുക്ക് കാണിച്ചു. വസ്തഗ്ന സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു. ഏറ്റവും ഉത്തമമായതിനെ അവൻ നിഷേധിച്ചു തള്ളുകയും ചെയ്തു. ആര് പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്യുന്നുവോ തിന്മയുടെ ഉദാഹരണങ്ങളാണ്. ഒന്നാമത് പറഞ്ഞത് ബഖില ബിമാ ഉമിറ ബിഹി ഫതറകൽ ഇൻഫാഖൽ വാജിബ വൽ മുസ്തഹബ വലം തസ്മഹ് നഫ്സുഹു ബിഅദാഇ മാ വജബല്ലാഹ്. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അവൻ പിശുക്ക് കാണിച്ചു. കൊടുക്കണമെന്ന് റബ്ബ് പറഞ്ഞപ്പോ കൊടുത്തില്ല. നിന്റെ സമ്പത്തിന്റെ കണക്ക് നോക്കി പാവങ്ങളുടെ അവകാശമായ സകാത്ത് നീ കൊടുക്കണം. അതുപോലെ ദാനധർമ്മം ചെയ്യണം. പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ നീ സഹായിക്കണം. യതീമുകളെയും അഗതികളെയും നീ പരിഗണിക്കണം. അവരെ അവഗണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവന് സമ്പത്ത് നൽകി, പക്ഷെ അവൻ കൊടുത്തില്ല. അവൻ പിശുക്ക് കാണിച്ചു. നിർബന്ധമായ കാര്യങ്ങളിൽ സുന്നത്തായ ദാനം അതോടുകൂടി അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ അവന്റെ മനസ്സ് ഒരിക്കലും അവൻ അനുവദിച്ചില്ല. അവന്റെ മനസ്സൊന്നും പൈസ 100 രൂപ കൊടുത്താൽ തീർന്നൂലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരുന്നു. അങ്ങനത്തെ പിശുക്കനാണ്. രണ്ടാമത്തത് അള്ളാഹു പറഞ്ഞ തിന്മ വസ്തഗ്ന. അള്ളാഹുവിനെ തൊട്ട് അവൻ സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു. ഫതറക ഉബൂദിയതഹു ജാനിബ വലം യറാ നഫ്സഹു മുഫ്തഖിറതൻ ഗായതൽ ഇഫ്തിഖാരി ഇലാ റബ്ബിഹാ. അങ്ങനെ അള്ളാഹുവിനുള്ള ആരാധനകളെ അവൻ പാടെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന് ചെയ്യേണ്ട ആരാധന നിർബന്ധമായി ചെയ്യേണ്ടെന്ന ആരാധനകളെ അവൻ ഉപേക്ഷിച്ചു. തന്റെ രക്ഷിതാവിലേക്ക് ആവശ്യമുള്ളവനായി അവനെ അവൻ കാണാതിരിക്കുകയും ചെയ്തു. എനിക്കൊരാളെയും ആവശ്യമില്ല. എന്നെ രക്ഷപ്പെടുത്താൻ എനിക്കറിയാം. എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബിന്റെ ആവശ്യം എനിക്കില്ല. ഒരാളുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. എൻ്റെ കയ്യിൽ പണമുണ്ട്, എൻ്റെ കയ്യിൽ അധികാരമുണ്ട്, എനിക്കെല്ലാവിധ സ്വാധീനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പര്യാപ്തത നടിച്ചവനാണവൻ. എൻ്റെ നാഥൻ എനിക്ക് ആവശ്യമാണ്. എൻ്റെ പണം കൊണ്ടോ എൻ്റെ തറവാട് കൊണ്ടോ എൻ്റെ വലിയ കുടുംബം കൊണ്ടോ എൻ്റെ അധികാരം കൊണ്ടോ എൻ്റെ സ്ഥാനമാനങ്ങളെ കൊണ്ടോ എനിക്ക് എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കാൻ കഴിയില്ല. എൻ്റെ റബ്ബിനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന ചിന്തയില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാതെ അവനെ അള്ളാഹു അക്ബറായി കാണാതെ എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടവനായി റബ്ബിനെ കാണാതെ ആ റബ്ബിൽ നിന്ന് തിരിഞ്ഞ് കളയുന്ന ഒരു സാഹചര്യം അവനുണ്ടായി. മൂന്നാമത്തത് وكذب بالحسنى أي بما أوجب الله على العباد التصديق به من العقائد الحسنة.
ഏറ്റവും ഉത്തമമായതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ അടിമയുടെ മേൽ നിർബന്ധമാക്കിയ ശരിയായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും കൃത്യമായി വിശ്വസിക്കാതെ, അതിനെ സത്യപ്പെടുത്താതെ അതിനെയെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. ഈ 3 തിന്മകൾ ഒരാൾ ചെയ്താലോ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളുടെ പരിണിത ഫലം എന്തായിരിക്കും? അവന് നാം ഏറ്റവും ഞെരുക്കമുള്ളതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. മേലെ പറഞ്ഞത് നന്മ ചെയ്താൽ സൗകര്യമുള്ളതിലേക്ക് അള്ളാഹു എളുപ്പം ചെയ്യും, തിന്മകൾ വർദ്ധിപ്പിച്ചാൽ ഞെരുക്കമുള്ളതിലേക്ക് അവനെ സൗകര്യപ്പെടുത്തി കൊടുക്കും. ആക്ഷേപകരമായ കാര്യങ്ങളിലേക്കും പ്രയാസകരമായ അവസ്ഥയിലേക്കും എളുപ്പം അവന് ചെന്ന് ചേരും. അതിനുള്ള ഏതെല്ലാ തിന്മകൾ അവനെ എത്താൻ കഴിയോ ആ തിന്മകളിലേക്കൊക്കെ ഉള്ള സൗകര്യം അള്ളാഹു തആല കൊടുക്കും. അങ്ങനെ തിന്മകൾ എവിടെയായിരുന്നാലും അതവന് സൗകര്യപ്രദമാവുകയും തെറ്റായ പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസാനം പറയപ്പെട്ട വഅമ്മാ മൻ ബഖില വസ്തഇന വകذب ബിൽഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽഉസ്റാ ആ വിഭാഗത്തിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ നന്മയുള്ള ആളുകളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ 6 ഉദാഹരണങ്ങളിലൂടെ നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പഠിക്കാനും പകർത്താനും നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് പോയ മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുവാൻ അല്ലാഹു തൗഫീഖും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലെ പുണ്യങ്ങളാകുന്ന ദിവസങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കുതിച്ചു കടന്നു ചെല്ലുവാനുള്ള അവസരങ്ങളായി ഉപയോഗപ്പെടുത്തുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.